കോഴിക്കോട് കുറേ പ്രാവശ്യം പോയിണെങ്കിലും ഇപ്രാവശ്യത്തെ പോക്ക് കുറച്ച് സ്പെഷ്യലാണ്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് ഞങ്ങളെല്ലാവരും കൂടി കാറിൽ കുറ്റിച്ചിറ വന്നിറങ്ങുന്നത്. കുറ്റിച്ചിറ വന്നിറങ്ങിയപ്പം ഒരു വല്ലാത്തൊരു വൈബാണ്. കാരണം ഒരു പഴയ കോഴിക്കോടിനെയും ചരിത്രത്തിലെവിടെയൊക്കെ മാഞ്ഞു പോയൊരു കോഴിക്കോടിനെ കണ്ടൊരു ഫീലാണ് ഞങ്ങൾക്ക്. രാവിലെ തന്നെ അവിടെ കച്ചവടങ്ങളൊക്കെ പൊടി പൊടിക്കുന്നുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഹോട്ടലിന് മുമ്പിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഫസ്റ്റ് ഞങ്ങൾ ഇടയത്തെ ഹോട്ടലിൽ പോയി നല്ല ബീഫ് അടിക്കുക, ബീഫും പയമ്പൊരിയൊക്കെ തിന്നാളാൾക്ക് മുമ്പിൽ ഒടുക്കത്തെ തിരക്ക്. ഈ സമയം ഞാനും റഷാദും നേരെ കുറ്റിച്ചിറ കുളത്തിന്റെ ഭാഗത്തേക്ക് പോയി കുറച്ച് പോട്ടറൈസ് ഒക്കെ എടുക്കാന്നുള്ള പോയി. അപ്പം രാവിലെ തന്നെ കോയസങ്ക് വന്നാണ്ട് മൂപ്പരെ കട തുറക്കുന്നുണ്ട്. കട തുറന്നപ്പോൾ തന്നെ കടയിൽ ആൾക്കാരൊക്കെ കുറെ കൂടുന്നു. ആ സമയം ഞങ്ങൾ കോയസക്കാനെ കുറെ വിഷ്വൽസ് ഒക്കെ എടുത്തു. പിന്നെ ആൾക്കാർ കഴിഞ്ഞപ്പോൾ കോയസങ്കാൻ്റെ അടുത്ത് പോയി കുറച്ചൊക്കെ സംസാരിച്ച് മൂപ്പർക്ക് പറയാനുള്ള കുറേ കോഴിക്കോടിനെ കുറിച്ചും കുറ്റിച്ചിറയെ കുറിച്ച് ഞങ്ങൾ കുറേ കേട്ടു. മിഷ്കാൽ പള്ളി ഞാൻ അന്ന് ആദ്യമായിട്ട് മിഷ്കാൽ പള്ളി കാണുന്നത്. ഒരു വേറെ ഓടിയും കാണാത്ത ഒരു വ്യത്യസ്ത ആർക്കിടെക്ചറായി തോന്നിയത് മിഷ്കാൽ പള്ളി എന്നുള്ളത്. അവിടുത്തെ മൊല്ലാക്കാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഈ നാടിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ വന്നതാണ് പറഞ്ഞപ്പം മല്ലാക്ക പറഞ്ഞു ഞങ്ങളോട് ഈ ടൈമാണ് വരല്, വെള്ളിയാഴ്ച ജുമക്ക് മുമ്പ് വീഡിയോ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ മൂപ്പര് ഞങ്ങളോട് ചോദിച്ചു. പക്ഷെ മൂപ്പര് ഞങ്ങൾ നിരാശനാക്കിയില്ല. മൂപ്പര് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പേടിച്ചെണ്ണ മക്കളെ, ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോരി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാറ്. അവിടുന്ന് നേരെ നടന്നാൽ മുച്ചിന്തി പള്ളിക്ക് എത്താം. ഇതൊരു 1200 വർഷം പഴക്കണ്ട് ഈ പള്ളിക്ക്. പിന്നെ ഈ ഒരു പള്ളി എന്നുള്ളത് എന്താണ്, ഒരു നാഗൂദ് മഷൂദ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ കച്ചവടക്കാരനാണ് ഇത് ഉണ്ടാക്കിയത്. കുറേ കാലത്തിന് ഈ മഷൂദ് എന്നുള്ള പേര് ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞ് ലാസ്റ്റാണ് മുച്ചുന്തി എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആയ ഒരു കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കുറ്റിച്ചിറ ജുമാ മസ്ജിദിക്ക് പോയി. കുറ്റിച്ചിറ ജുമാ മസ്ജിദ് പറഞ്ഞാൽ ഒരു പഴയ തനിമയിൽ ഉണ്ടാക്കിയ ഒരു പള്ളി. അങ്ങനെ പള്ളീൻ്റെ ഉള്ളിൽ കയറിയപ്പം 2 നല്ല നടുമുറ്റമൊക്കെ ഉള്ള ഒരു പക്ക കേരള തച്ചുശാസ്ത്ര രീതിയിൽ ഉണ്ടാക്കിയ ഒരു പള്ളി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഉസ്താദിനെ കണ്ട് ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉസ്താദൊക്കെ മിമ്പർ കാണിച്ചെന്ന്. അപ്പം മിമ്പർ നോക്കിയപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയ കാര്യം എന്നാൽ കുറേ ആൾക്കാർ അറബിയിൽ കുറേ ഹത്തുകൾ ഇങ്ങനെ കണ്ടു. അപ്പം ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു എന്താ ഉസ്താദ് ഹത്തുകൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ് ഈ പള്ളി പറഞ്ഞാൽ കുറേ ആൾക്കാർ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ പുതുക്കി ഇങ്ങ് പണിയും. അതേപോലെ മിമ്പറും കുറേ കാലത്തിന് ശേഷം പുതുക്കി പണിയും. അപ്പോൾ ഈ പണിയണോലൊക്കെ ഇങ്ങനെ ഓലെ ഈ കാലത്തിനിടയിൽ ഞങ്ങളെന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഓരോ സെഞ്ചുറിയിൽ ഈ കാലത്തിനിടയിൽ ഞങ്ങൾ ഈ പള്ളി അല്ലെങ്കിൽ ഈ മിമ്പർ പുതുക്കി പണിഞ്ഞു എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ രേഖ എന്നുള്ള നിലക്ക് അവർ രേഖപ്പെടുത്തിയതാണല്ലോ മൂപ്പര് പറഞ്ഞു. പിന്നെ മൂപ്പര് അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ ഒരു വാള് കാണിച്ചു. ജുമാത്ത് പള്ളിയിലെ വാള് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു വ്യക്തി എന്താണ് പള്ളിക്ക് വേണ്ടി നൽകിയതും ഒരു പണിഞ്ഞ് നൽകിയ ഒരു വാളാണ് വാള്. പിന്നെ പള്ളീൻ്റെ ഓരോ ആർക്കിടെക്ചറും പിന്നെന്താണ് അവിടുത്തെ ഒരു അത്രക്കും കുറ്റിച്ചിറയുടെ പഴമ ആ പള്ളിയിൽ അത്രക്കും പറയുന്നുണ്ട്. പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മക്ബറകളും ഒക്കെ നോക്കിയാൽ അവിടെ ഒരുപാട് പഴയ കവികൾ, പഴയ പണ്ഡിതന്മാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ മൺമറഞ്ഞ് നടക്കുന്നത് കാണാൻ സാധിച്ചു. ജുമാൻ്റെ സമയമായപ്പം അവിടെ കുറ്റിച്ചിറ മൊത്തം ബാങ്ക് വിളി. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കാക്കാനോട് ചോദിച്ചു, കാക്ക അതെന്താ ഇവിടെ ഇത്രക്ക് ബാങ്ക് വിളിയാണ്, കാരണം നമ്മളെ നാട്ടിലൊന്നും ഇത്ര ബാങ്കുകൾ കേൾക്കാറില്ല. അപ്പം മൂപ്പര് പറഞ്ഞ എന്താണ്, ഈ കുറ്റിച്ചിറ ഭാഗത്ത് തന്നെ എന്താണ് 12ഓളം പള്ളികളുണ്ട്. ജുമയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ കൽപ്പള്ളി പോയാണ്ട് അവിടുത്തെ ഓരോ പോർട്രേറ്റ്സ് ഒക്കെ എടുത്തപ്പം അസർ ബാങ്ക് കൊടുത്ത് കോയാക്ക നിസ്കരിച്ചാൽ വന്ന് കോയക്കാനോട് സംസാരിച്ചപ്പം കോയക്കാക്ക് കുറേ പറയാനുള്ളത് അവിടുത്തെ പള്ളിനെ കുറിച്ചും അത് ഉണ്ടാക്കിയ നാഗൂദ് മിഷ്കാലിനെ കുറിച്ചാണ്. അങ്ങനെ നാഗൂദ് മിഷ്കാലിനെ കുറിച്ച് ചോദിച്ചപ്പം കോയക്ക് പറയാണ്, നാഗൂദ് മിഷ്കാൽ പറഞ്ഞാൽ ഒരു യമനി കച്ചവടക്കാരനാണ്. മൂപ്പർക്ക് ഒരുപാട് രാജ്യങ്ങൾ 11ഓളം രാജ്യങ്ങൾ എന്നാണ് മൂപ്പർക്ക് കച്ചവടമായിട്ട് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ മൂപ്പര് ഓരോ നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോകുമ്പോൾ മൂപ്പര് ഓരോ നേർച്ച വെക്കും. കാരണം ഈ അറബി കടൽ കടന്നു വരികയാണ്, ഈ സമയത്ത് എൻ്റെ കച്ചവടക്കാർ മൊത്തം അവിടെ സുരക്ഷിത എത്തുകയാണെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും വലിയ പള്ളി ഞാൻ ഉണ്ടാക്കും എന്നുള്ള ഒരു നേർച്ച ഉണ്ടായിരുന്നു. കുറ്റിച്ചിറയിൽ ഒരു വലിയ പള്ളി എന്നുള്ള നിലക്ക് മിഷ്കാൽ പള്ളി ഉണ്ടാക്കുന്നത്. മിഷ്കാൽ പള്ളീൻ്റെ ആർക്കിടെക്ചർ പറയുകയാണെങ്കിൽ എന്താണ്, മിഷ്കാൽ പള്ളിക്ക് ഒരു പുറം പള്ളി ഉണ്ടാവും, പിന്നെ ഒരു 2 അകപ്പള്ളി ഉണ്ടാവും. അതിൽ മെയിൻ അകപ്പള്ളിയിലാണ് മിമ്പറും കാര്യപ്പെട്ട നിസ്കാരമൊക്കെ നടക്കുന്നത്. ഞങ്ങൾ അകപ്പള്ളിക്ക് കടന്ന് കോയാക്ക ഞങ്ങൾക്ക് എന്താണ് അവിടുത്തെ മിമ്പർ കാണിച്ചെന്ന്. മിമ്പർമേലും പഴയ രേഖകളുണ്ട്, പഴയ എഴുത്തുകളുണ്ട്, ഒരുപാട് പുതുക്കി പണിയ ആൾക്കാരെ ഓരോ പേരുകളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ കോയാക്ക ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി നിൽക്കുന്നതാണ്. കോയാക്ക ഞങ്ങളോട് വെച്ച് ഇത് എത്ര നില ഉണ്ട് അറിയിച്ചു. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു കണ്ട രീതിക്ക് ഞങ്ങൾ പറഞ്ഞ എന്താണ് 4-5 നിലയൊക്കെ ഉണ്ട്. ഇപ്പൊ കോയാക്ക ഞങ്ങളോട് പറയാണ് ഇത് പണ്ട് 7 നില ഉണ്ട്. പിന്നെ പോർച്ചുഗീസുകാർ വന്നാണ്ട് ഒരു ബീരങ്കിട്ട് തകർത്താണ്ട് അത് 5 നിലയായി മാറാണ്. അപ്പൊ മൂലക്കല് അങ്ങനെ ഒരു പല്ലക്ക് കിടക്കുന്നുണ്ട്. അപ്പം കോയാക്കാനോട് ചോദിച്ചു എന്താ കോയാക്ക ഒരു പല്ലക്കൊക്കെ മൂലക്കല് ചോദിച്ചു. അപ്പം കോയാക്ക പറയാണ് എന്താണ് ഇത് പറഞ്ഞാൽ ഇവിടെ സെയ്ദ് ജിഫ്രിക്ക് സാമുദ്രി രാജാവ് സമ്മാനമായി കൊടുത്ത ഒരു പല്ലക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ കോയാക്ക അന്നത്തെ
പഴയ കാലത്തെ മതസൗഹാർദ്ദവും അന്ന് എത്രത്തോളാണെങ്കിൽ സാമൂതിരി മുസ്ലിങ്ങൾക്ക് പരിഗണന നൽകിയതൊക്കെ ഇങ്ങ് കോയക്ക് പറഞ്ഞാണ്. കോയക്കങ്ങ് പറയാണ് 1570 കാലങ്ങളിൽ ഈ മിഷ്കാൽ പള്ളിക്ക് പോർച്ചുഗീസുകാരെ വരുത്തുന്ന ഒരു പീരങ്കി ആക്രമണം നേരിടുന്നുണ്ട്. ഈ സമയത്ത് ഈ പള്ളിയെ സംരക്ഷിക്കുന്നതും ഈ പള്ളിക്ക് കാവൽ നിൽക്കുന്നതൊക്കെ അന്നത്തെ അവിടുത്തെ നായർപ്പടയാണ്. ഇങ്ങനെ ഒരുപാട് മതസൗഹാർദ്ദത്തിന്റെ കഥകളൊക്കെ കോയക്കൊക്കെ പറയണ്ടേ. കോയക്ക് പറഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി സംഭവം ഞങ്ങൾക്ക് തോന്നി പറഞ്ഞാൽ പണ്ട് ഈ ഒരു പള്ളിക്ക് ചുറ്റും 3 മാളികപ്പുര ഉണ്ടായിരുന്നു. ആ മാളികപ്പുരന്റെ മുകളിൽ ഓരോ അറബികളും ഓരോ പാരിസികളൊക്കെ വന്നാണ്ട് തൊപ്പി തുന്നുക, അങ്ങനെ ഒരുപാട് ജോലികളെ ഏർപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ മാളികപ്പുര എന്നുള്ളത്. അങ്ങനെ ഒരു വൈകുന്നേര സമയത്താണ് ഞങ്ങൾ എന്താണ് കുറ്റിച്ചിറ ഒരു തറവാടുകളൊക്കെ ഒന്ന് കാണാൻ നിലക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ തറവാടുകൾ കയറി അവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടുത്തെ കൂടുതൽ വീടുകളും മരുമക്കത്തായ സിസ്റ്റം എന്നുള്ള നിലക്കുന്നതാണ് പെൺവായി വരുന്ന ഒരു കൈമാറി വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഞങ്ങളങ്ങനെ ഒരു ഇതിൽ ചോദിച്ചു, കാരണം ഒരു അനന്തരം ലഭിക്കുമ്പോൾ ആണുങ്ങൾ ആ രീതിയിൽ പോകുമ്പോഴല്ലേ അനന്തരം ശരിയാവുള്ളൂ നിലക്ക് ചോദിച്ചപ്പം ഓല് പറഞ്ഞു ഈ കാണുന്ന മിക്കവാറും വലിയ വലിയ തറവാടുകളൊക്കെ കാലത്തിന് ശേഷം അത് പറഞ്ഞാൽ അവിടുത്തെ പരമ്പര അവസാനിക്കുമ്പോൾ അതൊക്കെ നേരെ പള്ളികൾക്ക് എന്തൊക്കെ വഖഫായി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തെരുവുകളോടൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ എന്താണ് വൈകുന്നേരം ഒരു 6 മണിക്ക് നാട്ടിൽ തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇനിയും ഇങ്ങനത്തെ നാടുകൾ ഇവിടെ ഉണ്ടാവുമോ? പൊന്നാനി പോലത്തെ ഒരുപാട് നാടുകൾ നശിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ആൾക്കാരൊക്കെ പുരോഗമനത്തെ ആഗ്രഹിച്ച് പഴമയെ എന്നും വെറുക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. പക്ഷേ കുറ്റിച്ചിറക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കൂടുതലും കുറ്റിച്ചിറ പഴമ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു.